നിങ്ങൾക്ക് പോല ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. എല്ലാവർക്കും SPR കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ NM കുഞ്ഞി കുവൈത്തിൽ നിന്നും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ കുവൈറ്റിൽ ഒരുപാട് ആൾക്കാർ CBK നമ്മുടെ തിജാരി ബാങ്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ വഴി, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമ്മൾ മുമ്പൊക്കെ ലിങ്ക് വഴി നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് മുമ്പൊക്കെ നമുക്ക് അതിന് ലിമിറ്റഡ് കാര്യങ്ങളുണ്ടായിരുന്നില്ല, നമുക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊരു ലിമിറ്റഡ് വന്നിട്ടുണ്ട്. അതായത് ഒരു മാസത്തിൽ 5 ലിങ്ക് മാത്രമേ ഒരു അക്കൗണ്ടിൽ അയക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അത് ഒരു ദിവസം വേണമെങ്കിൽ അയക്കാം, അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വേണമെങ്കിലും അയക്കാം. കൂടാതെ ഓരോ ലിങ്കിനും 100 ഫിൽസ് കമ്മീഷനും അവരെടുക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് അതിന് മറ്റൊരു സംവിധാനം കൂടെ നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കുവൈറ്റിൽ പുതിയൊരു നിയമം വന്നിട്ടുണ്ടല്ലോ, മൊബൈൽ നമ്പർ വഴി നമുക്ക് പൈസ ട്രാൻസ്ഫർ നടത്താം എന്നുള്ള. അതും ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതായത് ആ ഒരു മൊബൈൽ നമ്പർ നമ്മൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. നമ്മൾ ബാങ്കിൽ കൊടുത്ത നമ്പർ ആയിരിക്കണം. അത് നമ്മൾ ആപ്ലിക്കേഷൻ വഴി ഒന്ന് രജിസ്റ്റർ ചെയ്യണം. എങ്കിലും നമുക്ക് ഇങ്ങനെ മൊബൈൽ നമ്പർ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഏത് ബാങ്കിലേക്ക് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ അതിനും ലിമിറ്റഡ് ഉണ്ട്. ഒരു മാസത്തിൽ 10 ട്രാൻസ്ഫർ നമുക്കതിൽ നടത്താം. പക്ഷെ അതിൽ കുറച്ച് പൈസ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് തോന്നുന്നുണ്ട്. അതായത് 2000 ദിനാർ, അതിൻ്റെ മുകളിലെന്തോ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലിങ്ക് ആണെങ്കിൽ 1000 ദിനാറാണ് ഒരു ദിവസം പറ്റുന്നുള്ളത്. അതിൻ്റെ മുകളിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിന് ഗുണം എന്താ വെച്ചെങ്കിൽ ഒരാൾക്ക് പൈസ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആളോട് ലിങ്ക് മേടിക്കണമെന്നില്ല. ആളുടെ മൊബൈൽ നമ്പർ മേടിച്ചിട്ട്, അതായത് അവർ രജിസ്റ്റർ ചെയ്ത ആ നമ്പർ മേടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ആപ്ലിക്കേഷൻ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഇപ്പോൾ ഈ CBK മൊബൈൽ ബാങ്ക് ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കൾ, അത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് ചെറിയൊരു വീഡിയോയിലോട്ട് കാണാൻ പോകാം. ആ വീഡിയോയിലേക്ക് സുഹൃത്തുക്കൾ, അപ്പോൾ ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ്. നമ്മൾ സാധാരണ CBKൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെങ്കിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ലിങ്ക് എടുക്കുന്ന ഒരു ഓപ്ഷൻ കണ്ട, നമ്മളിത് സാധാരണ ലിങ്ക് അയക്കുന്ന ഓപ്ഷന്, അതിൻ്റെ നേരെ താഴെ പുതിയൊരു ഓപ്ഷൻ വന്നതുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ നമ്മൾ ആർക്കാണോ നമ്മൾ പൈസ അയക്കുന്നത് അവർ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ, നമുക്ക് തന്ന നമ്പറിൽ ആ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുമ്പോൾ അവരുടെ പേര് നേരെ താഴെ വരും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ലിങ്ക് അയക്കുന്നത് പോലെ തന്നെയാണ്. ബാക്കിയുള്ള എമൗണ്ടും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൊബൈലിലേക്ക് OTP വരും. എന്നിട്ട് നമ്മൾ ഓക്കെ അടിച്ച് കഴിഞ്ഞെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോകും. നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൽ വന്നിട്ടുള്ള മാറ്റം. കണ്ടല്ലോ സുഹൃത്തുക്കളെ, വളരെ എളുപ്പമാണ്, വലിയ ഫോർമാലിറ്റീസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായി വരുന്നവർ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.